ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ലൈവ് ട്രേഡിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഇപ്പോൾ സമയം 9:32. ഓക്കെ, ഇപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രിയാണ് പോകുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഡൗൺ സൈഡിലോട്ട് ഒരു എൻട്രിയാണ് എടുക്കുന്നത്. നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു FEGയിൽ ഒന്ന് ടാപ്പ് ആകുമ്പോഴത്തേക്കിനും നമ്മൾ എൻട്രി കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അല്ലെ അവിടുന്ന് ഒരു റിജക്ഷൻ പോലെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഒന്ന് എൻട്രി ചെയ്യാനായിരിക്കും. ഓക്കെ, ഞാൻ എടുക്കുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് 48,500 ആണ്. 48,500 PE ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ലോ. ഓക്കെ, ഇന്നത്തെ ഡേ ലോ ആയ 48,286 എന്ന് പറഞ്ഞ ലെവലാണ് എൻ്റെ ഇന്നത്തെ ടാർഗറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ട്രേഡിൽ നിന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു റിജക്ഷൻ വന്നപ്പോഴത്തേക്കിന് ആ ഒരു റിജക്ഷൻ ഏരിയയിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, ട്രേഡ് നല്ലൊരു റിസ്ക് റിവാർഡുള്ളൊരു ട്രേഡാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നതെന്ന് പറയുന്നത് നിയർലി എത്രയാണ് 60, അതായത് ഒരു 25 പോയിൻറ്റ്സോളമാണ് നമുക്ക് ഓപ്ഷൻ പ്രീമിയം വരുന്നത്. ഓക്കെ, അപ്പം ടാർഗറ്റ് എന്ന് പറയുന്നത് 280 സംതിങ് 300 പോയിൻറ്റ്സിനടുത്ത് നമുക്ക് ടാർഗറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ടാർഗറ്റ് വരുമ്പോഴത്തേക്കിന് നമുക്ക് എന്താണ് നിയർലി ഒരു 150+ പോയിൻറ്റ് നമുക്ക് ഓപ്ഷൻ പ്രീമിയം തന്നെ കിട്ടും. ഓക്കെ, ഒരു 100 പോയിൻറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്കൊന്ന് ട്രെയിൽ ചെയ്യാം. കാരണം അത്രയും പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയത് കളയണ്ടാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ട്രെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓവറോൾ മാർക്കറ്റിലൊരു PE ട്രേഡ് എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് മാർക്കറ്റിൽ നടക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് ഇന്നൊരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണ്. അപ്പോൾ ഇന്നൊരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ബൈയിങ് പ്രഷർ നടക്കാം. ബട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും ഒരു അപ്പ് സൈഡിലോട്ട് മാർക്കറ്റ് പോകാൻ ഹൈ പ്രോബബിലിറ്റി. ഓക്കെ, അപ്പം കുറേ ആൾക്കാരെ എന്താണ് ഒന്ന് ട്രാപ്പ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൽ പോകാനുള്ള ചാൻസ്. ഓക്കെ, ഇപ്പം നമ്മൾ ചെറിയൊരു ലോസിലാണ്. ഓക്കെ, ഞാനപ്പം ഈ ഒരു ട്രേഡിൽ എൻ്റെ P&L സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം ഇതൊരു ലൈവ് ട്രേഡാണ്. കാരണം ഞാനിപ്പോൾ ഒരു P&L സ്റ്റേറ്റ്മെൻറ്റ് കാരണം എൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ആൾക്കാരെ ഒരു മാർക്കറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ എനിക്ക് വലിയ താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ട്രേഡിംഗ് പഠിക്കണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സ്ട്രാറ്റജി അല്ല നിങ്ങൾക്ക് കിട്ടുന്നില്ല, അതായത് ഒരു എൻട്രി സ്റ്റോപ്പ് ലോസ് ആണ് എപ്പോഴും ഹിറ്റ് ആവുന്നത്, ഒരു സൈക്കോളജി വർക്ക് ആവുന്നില്ല എന്നുള്ള ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, എൻ്റെ മന്ത്ലി P&L കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഇപ്പോൾ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പഠിപ്പിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ എന്താണ് ട്രേഡിംഗ് P&L ചോദിക്കണം. ഓക്കെ, ട്രേഡിംഗ് P&L കാണിച്ചതിന് ശേഷം മാത്രം നിങ്ങളൊരിടത്ത് ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ P&L സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് നമുക്കിപ്പം P&L കാണിച്ച് മാർക്കറ്റിംഗ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് P&L കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇയർ 2024 P&L സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ലൈവ് ട്രേഡ്സും എൻ്റെ മന്ത്ലി P&L സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എന്താണ് നമ്മുടെ ട്രേഡിംഗ്, അതായത് നമ്മുടെ യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ഓക്കെ, ഞാനപ്പോൾ ഇതിൽ ഐ ബട്ടണിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ മന്ത്ലി P&L ഞാൻ നേരത്തെ P&L അതായത് ലൈവ് ട്രേഡ്സ് കാര്യങ്ങളെല്ലാം ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ബുള്ളിഷ്നെസ് ക്യാൻഡിൽ എന്താണ് ആ ലോ എല്ലാം സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു എന്താണ് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയാസിൽ വേണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് വെക്കാം. ബട്ട് മച്ച് ബെറ്റർ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേ ലോ ആണ് ഏറ്റവും നല്ല ലിക്വിഡായിട്ടുള്ളൊരു ഏരിയ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേ ലോ തന്നെയാണ് ഞാൻ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നിഫ്റ്റിയിൽ അത്ര ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയില്ല. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇന്നത്തെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് എന്താണ് മാർക്കറ്റ് അവിടെ നിന്ന് ഒരു റിവേഴ്സൽ കാണിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും നമ്മൾ ഈ ഒരു എന്താണ് നമ്മളിപ്പോൾ ഓൾറെഡി ലിമിറ്റ്, അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും പേടിക്കാനൊന്നുമില്ല. ഇനി നമ്മളെന്താണ് ടാർഗറ്റ് ഹിറ്റ് ആകുമ്പോൾ എന്താണ് നമുക്ക് ടാർഗറ്റ് എക്സിറ്റ് അടിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ നമുക്ക് വേറെ ഇപ്പോൾ മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റിസ്ക് എത്രയാണ് നമ്മൾ ഓൾറെഡി ഡിഫെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലോസിൽ കൂടുതൽ നമുക്ക് എന്താണ് വരത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റിൽ നമ്മൾ എൻട്രി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പം മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു നല്ലൊരു ബിയറിഷാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും
ഒരു അപ്സൈഡിലോട്ടാണ് നിഫ്റ്റി ഇപ്പം തുടക്കം നമുക്ക് പോകുന്നുണ്ടെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് എ ട്രാപ്പാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ് നിയർലി 1% ആണ് ഇന്നത്തെ ഗ്യാപ്പ് ഡൗൺ വന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 1% ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് നമ്മളൊരു ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ഒരു സൈക്കോളജിയിൽ ഇതല്ല. കാരണം ഞാൻ ആക്ച്വലി ഒരു ബയാസ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ആ ഒരു ബയാസിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്കെന്താണ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവത്തില്ല എന്നല്ല, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും ഓഫ് കോഴ്സ്. ബട്ട് നമ്മുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നതിൻ്റെ റിസ്ക് കുറയുകയും ചെയ്യും. പിന്നെ അതല്ല നമുക്കെന്താണ് നല്ല റിസ്ക് റിവാർഡ് ട്രേഡ്സ് ഓപ്പർച്യൂണിറ്റീസ് നല്ലപോലെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഓവറോൾ എന്താണ് നമ്മുടെ ഒരു പ്രീവിയസ് വീക്കിലി ഒരു സപ്പോർട്ട് സോണും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിമാൻഡ് സോണും കാര്യങ്ങളും എല്ലാം എന്താണ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം മാർക്കറ്റിൽ മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആൾക്കാർ അപ്പ് സൈഡിലോട്ട് ട്രാപ്പ് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലോട്ട് വരാനായിരിക്കും. ഓക്കെ, ഇപ്പോൾ തന്നെ ഓവറോൾ എന്താണ് നമുക്കൊരു 133 പോയിൻറ്റ്സോളം മാർക്കറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിയർലി ഒരു 50 പോയിൻറ്റ്സ് നമുക്ക് ഓപ്ഷൻ പ്രീമിയം തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റും കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ ഡൗൺ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പിൽ കോസ്റ്റ് ഒക്കെ. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ഞാനിപ്പം ഡ്രോ ചെയ്തേക്കുന്നത്. ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം എന്താണ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്കിപ്പ് അടിച്ച് ഞാൻ കാണിക്കാം. ഓക്കെ, ഓക്കെ, നമ്മുടെ ടാർഗറ്റ് കാര്യങ്ങളെല്ലാം ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഇതിൽ ഇപ്പം നിയർലി എത്ര പോയിൻ്റാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എടുത്ത എൻട്രി എന്ന് പറയുന്നത് 48,500 PE ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, 48,500 PE. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിയർലി 200 പോയിൻറ്റ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, 200 പോയിൻറ്റ്സ് ഞാൻ എക്സിറ്റ് അടിച്ചത്. ഓക്കെ, ഞാൻ എക്സിറ്റ് അടിച്ചത് 988 ഞാൻ എക്സിറ്റ് അടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ P&L സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് കാണിക്കണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണ് പ്രോഫിറ്റാണോ ലോസ് ആണോ കാണണമെന്നുള്ളവർക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് തന്നെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രേഡിങ് കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രോപ്പറായിട്ടൊരു റിസ്ക് റിവാർഡ് ട്രേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു റിസ്ക് റിവാർഡ് ട്രേഡിൽ എൻട്രി ചെയ്യുക. ഓക്കെ, ഞാൻ പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം എൻ്റെ ടെലിഗ്രാമിൻ്റെ ചാനൽ കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ എൻട്രി ചെയ്ത സമയത്ത് തന്നെ എന്താണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും കയറി ചെക്ക് ചെയ്യാം ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ എൻട്രി. ഞാനപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് ഞാനിന്ന് ഓൾറെഡി ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ തന്നെ ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഓവറോൾ ബിയറിഷ് ആണ്. അപ്പം മാർക്കറ്റിലെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് ഇന്ന് ആ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 9:34 ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 200 പോയിൻറ്റ്സ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ ബൈയിങ് ലിക്വിഡിറ്റി എന്നൊരു കോൺസെപ്റ്റിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞാനപ്പം കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ.